ഏതു പ്രായത്തിലും നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ്. മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും അതേപോലെ താരൻ മാറാനായിട്ടും മുടി തിക്കായിട്ട് വളരാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഫേസ് പാക്കുകൾ അതേപോലെ സ്കിൻ കെയർ വീഡിയോസൊക്കെയാണ് ചെയ്യാറ്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ടും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും താരൻ മാറാനായിട്ടും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ലോങ് ഹെയർ ആയിട്ട് വളരാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ്. ഈ ഒരു 40s നിൽക്കുന്ന എനിക്ക് ഇത്രയും നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റിയത് ഈ ഒറ്റ ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ഹെയർ പാക്കാണ് ഇത്. നമ്മൾ 7 days കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക, അടിപൊളി റിസൾട്ടാണ്. അത്രയ്ക്ക് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ദേ എൻ്റെ മുടി കണ്ടോ, നല്ല തിക്കായിട്ടാണ് വളർന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാനൊരു 40s നിൽക്കുന്ന ഒരു ആളാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് 40s മുടി വളരുമോ, അത് അല്ലെങ്കിൽ എനിക്ക് 45 ആയി മുടി ഇനി വളരുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഹെയർ പാക്കിന് നമുക്ക് വേണ്ടത് ഉലുവയാണ്. അപ്പം ഞാനിത് തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഉലുവയാണ് കേട്ടോ. നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പം ഞാൻ 1 സ്പൂൺ ഉലുവ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഒരു 2-3 ദിവസത്തേന് 1 സ്പൂൺ ഉലുവ എടുത്താൽ മതിയാവും. അപ്പം ഞാൻ ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് വേണം അതിൻ്റെ ആ ഒരു വെള്ളം എടുക്കാനായിട്ട്. നമുക്ക് വേണ്ടത് വെള്ളമാണ്. ബാക്കിയുള്ള ഉലുവ നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തിക്കായിട്ട് മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് വേണം നമ്മൾ ആ ഒരു വാട്ടർ എടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് ഞെരടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഈ ഒരു വാട്ടർ എടുക്കുകയാണ്. ബാക്കിയുള്ളത് ഞാൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യും. അപ്പം ഞാൻ ഈ ഒരു വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമുക്ക് ഒറിജിനൽ ലീഫ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ജെല്ലെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരുടെ കയ്യിലൊന്നും ഇപ്പം ഒറിജിനൽ ലീഫ് ഒന്നും കാണത്തില്ലല്ലോ. ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരുടെ കയ്യിലൊന്നും ലീഫ് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതുപോലത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നോർമലായിട്ടുള്ള അലോവേര ജെല്ല് എടുത്താൽ മതി. ഞാൻ 1 സ്പൂൺ അലോവേര ജെല്ലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഡെയിലി നമുക്കിത് സ്പ്രേ ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കൈവച്ച് അപ്ലൈ ചെയ്താൽ മതി. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ ഹെയർ നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ടും താരൻ മാറാനായിട്ടും അതേപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് ഉള്ളോടുകൂടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എല്ലാവർക്കും ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഹെയർ കളറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബോട്ടിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ബോട്ടിലിന് പകരം കൈവച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ബോട്ടിൽ എടുക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ഒറിജിനൽ കറ്റാർവാഴയുടെ ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കണം. അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് പോലെ അലോവേര ജെല്ല് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നിങ്ങളിത് ഒരു 3 ദിവസം വരെ പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് ദിവസത്തേന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അതിനുശേഷം ഞാൻ ഇതുപോലൊന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഈ ഒരു പാക്ക് മാത്രം മതി നമ്മുടെ ഹെയർ നന്നായിട്ട് ഉള്ളോടുകൂടി വളരാനായിട്ടും അതേപോലെ ലോങ് ഹെയർ ആകാനായിട്ടും മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും അതേപോലെ ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതുപോലെ ഓരോ വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മൾ ബോട്ടിലൊക്കെ ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കൈവച്ച് ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും. അപ്പം ഇങ്ങനെ ഓരോരോ ലെയറായിട്ട് എടുത്തിട്ട് എല്ലാ സൈഡിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.